ഡിസംബർ 3 നടക്കുന്ന നാവികസേന ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള അഭ്യാസ പ്രകടനത്തിന് മുന്നോടിയായി പരിശീലന പ്രകടനങ്ങൾ ശംഖുമുഖം തീരത്ത് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം ദിസ്ന കൂടി ചേരുന്നുണ്ട്. ദിസ്ന, തിരുവനന്തപുരം കാത്തിരിക്കുകയാണ് ഈ ഡിസംബർ 3 നാവികസേന അഭ്യാസ പ്രകടനത്തിലേക്ക്. ഇപ്പോൾ പരിശീലന പ്രകടനങ്ങൾ ശംഖുമുഖം കടൽ തീരത്ത് കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ നാവികസേനയുടെ ഡിസംബർ 3 ഈ നാവികസേന ദിനാചരണം. അതിന്റെ ഭാഗമായാണ് ശംഖുമുഖം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും 14 കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്തരത്തിൽ തീരം നവീകരിച്ച് ഈ പരിപാടിക്കായി സജ്ജമായിരിക്കുന്നത്. നീലിമ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള റിഹേഴ്സൽ, നാവികസേനയുടെ ഭാഗമായുള്ള റിഹേഴ്സൽ ആണ് നടക്കുന്നത്. നാവികസേന പ്രകടനത്തിന്റെ റിഹേഴ്സൽ നടക്കുകയാണ്. നാവികസേനയുടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങൾ പൗരന്മാർക്ക് കാണാൻ കഴിയും എന്നതാണ് ഈ മെഗാ ഇവന്റ് വഴി സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കേരള സർക്കാരിന്റെയും സിവിൽ അഡ്മിനിസ്ട്രേഷന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് പരിപാടി നടക്കുന്നത് എന്ന് തന്നെയാണ്. ഇതിനു മുന്നോടിയായി വിവിധ സാംസ്കാരിക പരിപാടികൾ, അതായത് കൾച്ചറൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ ഇവിടെ ഈ റിഹേഴ്സലിന്റെ ഭാഗമായി അരങ്ങേറി എന്ന് തന്നെയാണ്. ഡിസംബർ 3 ശംഖുമുഖം ബീച്ചിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ വിശിഷ്ടമായി പറയേണ്ടത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ പരിപാടികളിൽ സന്നിഹിതയാവും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായുള്ള റിഹേഴ്സൽ, സേനയുടെ കരുത്ത് തെളിയിക്കുന്നതിന്റെ ഭാഗമായുള്ള റിഹേഴ്സൽ ആണ് ഈ ശംഖുമുഖം തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നീലിമ, ശരി. നമുക്ക് ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. വലിയ ആവേശത്തോടെ കൂടിയാണ് തിരുവനന്തപുരം നിവാസികൾ ഈ അഭ്യാസ പ്രകടനത്തിനായൊക്കെ കാത്തിരിക്കുന്നത്. 5000-ലധികം പേർക്ക് ഒരേ സമയം കാണാൻ കഴിയുന്ന പവലിയനുകളടക്കം തയ്യാറായിട്ടുണ്ട് ശംഖുമുഖത്ത്. ദിസ്ന, എങ്ങനെയാണ് അവിടുത്തെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഉള്ളത്? ഡിസംബർ 3 നാവികസേന ദിനാഘോഷം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അഭ്യാസ പ്രകടനം ശംഖുമുഖം തീരത്ത് നടക്കുന്നത്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.